നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ഇന്നത്തെ ദിവസം അത് സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. വാർത്തകളിലേക്കൊക്കെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ജാമ്യാപേക്ഷയിൽ വിധി പറയുന്ന ദിവസമാണിന്ന്. കൂടാതെ പുടിൻ ഇന്ത്യയിൽ എത്തുകയാണ്. അങ്ങനെ നിരവധി വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണിന്ന്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിർണായകം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. പുതിയ തെളിവുകൾ സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ. രാഹുലിനായി വ്യാപക തെരച്ചിൽ. പരാതിക്കാരെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി വൈകുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. രാഹുലിനെതിരെ വനിതാ നേതാക്കൾ രംഗത്ത്. ഇനിയും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ജന ബി സാജൻ. ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ പാർട്ടിക്ക് എത്രത്തോളം ദോഷകരമായി അത് ബാധിക്കുമെന്നുള്ളതും ഇനിയും തുടർന്നു പോയാൽ പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് എത്രത്തോളം വിള്ളലേൽക്കുമെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമെന്നുള്ളതൊക്കെ എത്രയും വേഗം നേതാക്കൾ മനസ്സിലാക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിൽ. ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കും. മോദി പുടിൻ സുപ്രധാന കൂടിക്കാഴ്ച നാളെ. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് ചർച്ചയാകും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാകും. പമ്പ ചാലക്കയത്തിന് സമീപം തീർത്ഥാടകരുടെ വാഹനത്തിന് തീപിടിച്ചു. ആളപായമില്ല. സന്നിധാനത്ത് ഭക്തജന തിരക്ക്. മുഖ്യമന്ത്രി പദത്തിനായി സമ്മർദ്ദം ശക്തമാക്കി DK ശിവകുമാർ. DK ഡൽഹിയിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനെന്ന് വിശദീകരണം. നേതൃത്വം ക്ഷണിക്കാതെ ഡൽഹിയിലേക്കില്ലെന്ന് സിദ്ധരാമയ്യ. വാർത്തകളിലേക്കൊക്കെ വിശദമായി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് തന്നെയാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിയിരുന്നു. ഇന്ന് രാഹുലിന് അതിനിർണായകമായൊരു ദിവസം കൂടിയാണ്. ലൈംഗികാരോപണ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് കോടതി വിധി പറയുക. പ്രോസിക്യൂഷൻ അധികമായി സമർപ്പിച്ച തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാകും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുക. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദും രഞ്ജിത്ത് രാമചന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് VV വിനോദിലേക്ക് പോകാം. വിനോദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് വിധി പറയാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ എത്രത്തോളം രാഹുലിനെ അത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്? കേസിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുശ്രീ, രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു ദിവസമാണ്. കഴിഞ്ഞ ദിവസമാണ് മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിച്ചത്. പക്ഷേ ഇന്നലെ വിധി പറഞ്ഞിരുന്നില്ല. കൂടുതൽ വാദം കേൾക്കണം, കൂടുതൽ രേഖകൾ പരിശോധിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് കോടതി പോവുകയായിരുന്നു. വളരെ അപൂർവമാണ് ഇങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ശേഷം മറ്റൊരു ദിവസത്തേക്ക് മുൻകൂർ ജാമ്യം മാറ്റുന്നത്. അങ്ങനെ സാധാരണ നിലയിൽ അപേക്ഷ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു തീരുമാനം പരിഗണിക്കുന്ന ദിവസം തന്നെ തീരുമാനമെടുക്കുന്നതാണ് രീതി. വളരെ അപൂർവമായാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നത്. ഒരു പക്ഷേ കുറ്റപത്രം സമർപ്പിച്ച ശേഷം വിചാരണാഘട്ടത്തിൽ നടക്കുന്നത് പോലുള്ള വാദഗതികളാണ്. ഇന്നലെ വാദപ്രതിവാദമാണ് പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത്. പ്രോസിക്യൂഷനോട് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഇന്നലെ അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടികൾ നടന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു. ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങളിൽ ഡോക്ടറുടെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. മാത്രമല്ല ഇന്ന് മറ്റൊരു കാര്യം കൂടി ഉണ്ടാകും. ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളി യുവതി നൽകിയ പരാതിയുണ്ട്. അത് കഴിഞ്ഞ ദിവസം KPCC നേതൃത്വത്തിന് AICC നേതൃത്വത്തിന് നൽകിയതാണ്. ആ പരാതി പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ആ പരാതി പോലീസ് മേധാവി SITക്ക് കൈമാറി. ക്രൈംബ്രാഞ്ച് ഇന്നലെ തന്നെ അതിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ബലാത്സംഗ കുറ്റമാണ് ഈ രണ്ടാമത്തെ പരാതിയിൽ രജിസ്റ്റർ ചെയ്തത്. ഈ FIRൻ്റെ വിവരങ്ങൾ കൂടി ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കും. അതായത് രാഹുൽ മാങ്കൂട്ടം ഒരു തുടർച്ചയായി കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് സമ്മർദ്ദിക്കാൻ പ്രോസിക്യൂഷന് കഴിയുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പരാതി ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ പരാതിക്കാരി തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അവരുടെ പരാതിയിൽ പറയുന്നത് ഇതിനകം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഈ പീഡനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താൻ കൈമാറി. അതിൽ പ്രധാനമായും പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടന്നു എന്ന കാര്യമാണ്. എല്ലായിടത്തും ഈ തരത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു
നീക്കമുണ്ടാകുന്നത് അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകുന്നു എന്ന തരത്തിലുള്ള പരാതികളാണ് വരുന്നത്. പിന്നീട് ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുകയും അതിനുശേഷം അവരെ ഒഴിവാക്കുകയും ചെയ്യുന്നു എന്ന തരത്തിലുള്ള പരാതികളാണ് ഈ തരത്തിൽ ഉയർന്നു വരുന്നത്. മാത്രമല്ല ഷഹനാസ് കഴിഞ്ഞ ദിവസം ഈ KPCCയുടെ തന്നെ സാംസ്കാരിക സമിതിയുണ്ട്, അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഷഹനാസ് ഇന്നലെ പറഞ്ഞതും തന്നോടും രാഹുൽ മാങ്കൂട്ടം വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തെ ആ പദവിയിലേക്ക് കൊണ്ടുവരരുതെന്ന് ഷാഫി പറമ്പിലിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഷാഫി എന്നത് മുഖവിലക്കെടുത്തില്ല, പുച്ഛിച്ച് തള്ളുകയായിരുന്നു എന്ന കാര്യമാണ് ഷഹനാസ് പറയുന്നത്. ഈ ഡൽഹിയിൽ കർഷക സമരത്തിൽ പങ്കെടുത്തു വന്നപ്പോഴാണ് മോശം അനുഭവം ഉണ്ടായതെന്ന് പറയുന്നു. മാത്രമല്ല ഈ ആദ്യത്തെ പെൺകുട്ടിയുടെ പരാതി വരുന്ന സമയത്ത് തന്നെ വീണ്ടും തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യമാണ് ഷഹനാസ് പറയുന്നത്. ആ തരത്തിൽ നിരവധി ആളുകളുടെ പരാതികൾ വരുന്നുണ്ട്. മറ്റ് ആരോപണങ്ങളും ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. CPM കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നൊരു പരാതി പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഒരു പോക്സോ കേസ് കൂടിയുണ്ട്, അത് ഒതുക്കി തീർത്തുവെന്നാണ്. തിരുവനന്തപുരം സ്വദേശിയായ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ തരത്തിൽ വലിയ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ. ആദ്യം ചലച്ചിത്ര താരം റിനിയാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായി വന്നത്. പിന്നീട് ട്രാൻസ്ജെൻഡർ അടക്കമുള്ള വ്യക്തികൾ ഇപ്പോഴത്തെ ആദ്യത്തെ FIRലെ പരാതിക്കാരി, രണ്ടാമത്തെ FIRലെ പരാതിക്കാരി, ഇപ്പോൾ കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ തന്നെ നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ഷഹനാസിൻ്റെ പരാതി വരുന്നു. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വിധി വളരെ നിർണായകമായി മാറാൻ പോകുന്നതും. അനുശ്രീ, അതാണ് വിനോദ്, ഇന്ന് വിധി വരാനിരിക്കെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു സാഹചര്യത്തിൽ അത് വിധി ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടോ? തീർച്ചയായും അനുശ്രീ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടം കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത് താൻ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, ഈ കോടതി പറയുന്ന എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കാം, രാജ്യം വിട്ടു പോവുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ടു പോവുകയോ ചെയ്യില്ല. അത് എങ്ങനെയാണ് കോടതി വ്യവസ്ഥ വയ്ക്കുന്നത്, ആ തരത്തിൽ പെരുമാറുന്നതിന് തനിക്ക് ബുദ്ധിമുട്ടില്ല. മാത്രമല്ല അറസ്റ്റ് ഉണ്ടാകരുത്, ഇപ്പോഴത്തെ കേസിനൊക്കെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് തുടങ്ങിയ വാദങ്ങളാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുന്നത്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ആവശ്യം കോടതി നിരസിക്കുകയും ചെയ്തിരുന്നു. അത് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് വരുന്നതുവരെ തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനമാണ്, അതിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. അതേസമയം ഇന്ന് വീണ്ടും ഈ കൂടുതൽ രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും വിധി പറയുക. അതിൽ തന്നെ പ്രോസിക്യൂഷനോട് വളരെ പ്രധാനപ്പെട്ട ചില രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സമയം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നമുക്കറിയാം രാഹുൽ ഈശ്വർ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കും. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ വരികയും ആദ്യത്തെ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായതിൻ്റെ പേരിലാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തത്. അടുത്ത ദിവസം മാത്രമേ ഇനി അതിൽ വീണ്ടും ജാമ്യ ഹർജി നൽകാൻ കഴിയൂ. നേരത്തെ ഈ ജാമ്യവുമായ നടപടിയുമായി മുന്നോട്ട് പോയെങ്കിലും അത് കോടതി തള്ളുകയും റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. തുടർന്നാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ടെക്നോ പാർക്കിലെത്തിച്ച് രാഹുൽ ഈശ്വറിനെ തെളിവെടുക്കുകയും ചെയ്തിരുന്നു. ടെക്നോ പാർക്കിലെ ഓഫീസിൽ വെച്ചാണ് ഇത്തരത്തിൽ പരാതിക്കാരിക്കെതിരെയുള്ള വീഡിയോകൾ തയ്യാറാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ടെക്നോ പാർക്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. അങ്ങനെ രാഹുൽ ഈശ്വർ റിമാൻഡിൽ കഴിയുമ്പോൾ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യവും കുറച്ച് പരിങ്ങലിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കോടതി ഇതുവരെ അതിൽ ഉത്തരവ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രോസിക്യൂഷനോട് ചില രേഖകൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം രേഖകൾ ഈ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന വാദവുമായി ചേർന്ന് പോകുന്ന തരത്തിലുള്ള രേഖകൾ ഹാജരാക്കുകയും അത് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് കോടതി ആവശ്യപ്പെടുന്ന നിലയുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ കോടതി മുഖാന്തരമോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലോ ഇപ്പോൾ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ഹാജരാകേണ്ട സ്ഥിതി ഉണ്ടാകും. ബലാത്സംഗ കുറ്റമാണ് രണ്ടാമത്തെ FIRൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ FIRൽ അറസ്റ്റിനുള്ള സാധ്യത ഒരുങ്ങിയതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടം സംസ്ഥാനം വിട്ടത്. തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വന്നത്. മാത്രമല്ല ഈ SIT സംഘം രാഹുൽ മാങ്കൂട്ടത്തെ തിരഞ്ഞ് കർണാടകയിലേക്ക് പോകുന്ന നിലയുണ്ടായി. തമിഴ്നാട് കർണാടക അതിർത്തിയിൽ
ഉച്ചയോടുകൂടി കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി അന്വേഷണ സംഘം എത്തുമ്പോൾ അതിനു മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് കടന്നു കളഞ്ഞുവെന്ന വിവരമാണ് വരുന്നത്. അതുവരെ ഉപയോഗിച്ച വാഹനം ഉപേക്ഷിക്കുകയായിരുന്നു. ആ വാഹനം ഓടിച്ചിരുന്ന ആൾ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. മറ്റൊരു വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടം കർണാടകയിലേക്ക് കടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച്. അനുശ്രീ. ശരി, വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാഹുലിന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന്, വളരെ നിർണായകമായൊരു ദിവസമാണെന്ന്. കോടതി വിധി എന്തായിരിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോഴും രാഹുൽ എവിടെയാണെന്നോ ഉള്ള കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൽ രാഹുലിൻ്റെ ഭാവി എന്താകുമെന്നത് വളരെയധികം ചർച്ചയായി നിലനിൽക്കുകയാണ്. ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളുമായി നമ്മളോടൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇന്നലെ അടക്കം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളടക്കം അത്തരത്തിലുള്ള പരാമർശങ്ങളും വിശദീകരണങ്ങളും ഒക്കെ മാധ്യമങ്ങളോട് നൽകുകയും ചെയ്തിരുന്നു. എന്താകും പാർട്ടിയുടെ തീരുമാനം? അതിൽ കൂടുതൽ വിവരങ്ങൾ ഇന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കോൺഗ്രസിന്റെ യുവമുഖമായി കോൺഗ്രസിന്റെ അടുത്ത തലമുറയായി അവതരിപ്പിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന പരാതിയിൽ കുടുങ്ങുന്നു. ഒന്നല്ല, തുടർച്ചയായ പരാതികൾ സംഭവിക്കുന്നത് രാഹുലിനെ പ്രതിസന്ധിയിലാക്കുന്നു. പക്ഷേ മറ്റു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഇന്നലെ KPCCയുടെ സാംസ്കാരിക സാഹിതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകയായ പ്രധാനപ്പെട്ട ഭാരവാഹിയായ MA ഷാഹിൻ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തനിക്ക് അനുഭവപ്പെട്ട രാഹുലിൽ നിന്ന് വളരെ പേഴ്സണലായി തന്നെ തനിക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഇത് ഷാഫി പറമ്പിലിനെ പോലെയുള്ള രാഹുലിൻ്റെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഷാഫി പറമ്പിലിനെ അറിയിച്ചിട്ടുണ്ടെന്നും അപ്പോൾ ഒരു സ്മൈലി മാത്രമായിരുന്നു മറുപടി എന്നും പറയുമ്പോൾ കോൺഗ്രസിലെ പല നേതാക്കൾക്കും രാഹുലിൻ്റെ ഇത്തരം ചെയ്തികൾ അറിയാമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് രാഹുലിനെ ഇത്രയധികം വളർത്തി രാഹുലിനെതിരെ നടപടിയെടുത്തില്ല? ഇപ്പോഴും കാര്യമായ നടപടികളിലേക്ക് കടക്കാൻ പാർട്ടി മടിക്കുന്നു എന്ന ചോദ്യമാണ് താഴെത്തട്ടിൽ ഉയരുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ വലിയ മുറവിളിയാണ് രാഹുലിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇക്കാര്യം വ്യക്തമായി കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കം ഈ വിഷയത്തിൽ നേരത്തെ തന്നെ, K മുരളീധരനും ഒക്കെ നേരത്തെ തന്നെ രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യം ഔദ്യോഗികമായി തന്നെ പാർട്ടിയെ അറിയിച്ചവരാണ്. ഇന്നലെ KC വേണുഗോപാൽ ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കടുപ്പിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷേ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആകട്ടെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി വരട്ടെ എന്ന നിലപാടിലാണ്. ഇതാണ് ശരിക്കും പാർട്ടിയെ കുഴപ്പിക്കുന്നത്. അതായത് പാർട്ടിയിൽ യാതൊരു സംശയമില്ല, ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. അത് ഷാഫി പറമ്പിലിന്റെ സ്വാധീനത്തിലാണോ ഇത്തരത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന സംശയമൊക്കെ പാർട്ടി അണികൾക്കും പല നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്ര വലിയ കേസുകളിൽ ഒന്നല്ല രണ്ടാമത്തെ പരാതിയും വരുന്നു? രണ്ടാമത്തെ പരാതി അയക്കുന്നത് KPCC അധ്യക്ഷനാണ് എന്ന കാര്യം നമുക്ക് വ്യക്തമാണ്. ആ യുവതിയെ സംബന്ധിച്ച് യുവതിയുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം അല്പ സമയത്തിനകം ഉണ്ടാകുമെന്ന വിവരങ്ങളുണ്ട്. പ്രത്യേക സംഘം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതും വിശ്വാസ്യതയുള്ള പരാതിയാണെന്ന നിലപാട് തന്നെയാണ് പാർട്ടി നേതാക്കൾക്കുള്ളത്. അതിന് തൊട്ടു പിറകെയാണ് KPCCയുടെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ പരാതിയുമായി രംഗത്ത് വരുന്നത്. ഇന്നലെ ആകട്ടെ ഷാനിമോൾ ഉസ്മാനും ഷമാ മുഹമ്മദും അടക്കമുള്ള വനിതാ നേതാക്കൾ രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. അതായത് ഷാഫി പറമ്പിലിന് പോലും ഈ വിഷയത്തിൽ ധാരണ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് പരാതികൾ ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട വനിതാ നേതാവ് പറഞ്ഞത് KPCCയിലെ ഒപ്പം കോൺഗ്രസിലെ വനിതാ മുഖങ്ങൾക്കൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യഥാർത്ഥ മുഖം അറിയാമായിരുന്നു. പലർക്കും പേഴ്സണലി വ്യക്തിപരമായ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നേതാക്കളെ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും രാഹുലിനെ ആര് സംരക്ഷിച്ചു എന്ന ചോദ്യമാണ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേളയാണ് അനുസരിച്ച് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് വീടാന്തരം കയറുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ മുൻപിൽ നിർത്തി പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് നിങ്ങൾ എന്തുകൊണ്ട് രാഹുലിനെ പുറത്താക്കുന്നില്ല എന്ന ചോദ്യം പലപ്പോഴും ഉയരുന്ന സാഹചര്യമൊക്കെ അവർ വളരെ വൈഷമ്യത്തോടെ പാർട്ടി അറിയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ആ പാർട്ടി പ്രതിസന്ധിയിലാവുകയാണ്. ഇപ്പോൾ ഉയരുന്ന അഭിപ്രായം കോടതിയുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ രാഹുലിനെ പാർട്ടി പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ്. MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളത് രാഹുൽ തീരുമാനിക്കട്ടെ എന്നാണ് ഇന്നലെ
KPCC അധ്യക്ഷൻ പറഞ്ഞത്. പക്ഷേ അവിടെയും രാജി ആവശ്യപ്പെടാം പാർട്ടിക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. കാരണം ഏറ്റവും കൂടുതലായി ഒരുപക്ഷെ ജനം ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ജനപ്രതിനിധിയായി ഇങ്ങനെ ഒരാൾ ഉണ്ടാവാൻ പാടില്ല. ജനം തിരഞ്ഞെടുത്ത ഒരു സ്ഥാനമാണ്, അവിടെ നിന്നും രാജിവെക്കുക എന്നുള്ളതാണ് ഒരു ധാർമ്മികത എന്ന കാര്യം. അതെന്തുകൊണ്ട് രാഹുൽ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ പാർട്ടി എന്തുകൊണ്ട് ആ ഒരു രാജി, പാർട്ടിയുടെ കെയർ ഓഫിൽ പാർട്ടിയുടെ വോട്ടുകൾ പിടിച്ച് പാർട്ടി പ്രവർത്തകരുടെ അധ്വാനത്തിൽ വിജയിച്ച ഒരു നേതാവ് കൂടി MLA കൂടിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ സ്വാഭാവികമായും രാഹുലിന്റെ രാജി ആവശ്യപ്പെടാനുള്ള എല്ലാ അവകാശങ്ങളും ധാർമ്മികതയും പാർട്ടിക്കുണ്ട്. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന ചോദ്യം കൂടി ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി വല്ലാത്ത പ്രതിസന്ധിയിലാണ്. തീരുമാനമെടുക്കേണ്ടി വരും. അതിപ്പോൾ മുൻകൂർ ജാമ്യത്തിൽ കോടതിയുടെ നിലപാട് വരുന്നത് വരെ കാത്തിരിക്കണമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മുതിർന്ന നേതാക്കളെ അസ്വസ്ഥരാണ്. VD സതീശൻ, രമേശ് ചെന്നിത്തല, ഒപ്പം K മുരളീധരൻ ഇന്നലെ പറഞ്ഞത് രാഹുലിനെ പുറത്താക്കും തരത്തിൽ ഇന്നലെ രാവിലെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. വീണ്ടും ഇക്കാര്യത്തിൽ എന്ത് അഭിപ്രായ ഭിന്നതയാണ്, ആശയക്കുഴപ്പമാണ് പാർട്ടിയിലുള്ളത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അനുശ്രീ, രഞ്ജിത്ത്, അതുപോലെ തന്നെ ഈ ഷഹനാസിന്റെ പരാതി, അതിൽ ഷാഫി കൂടുതൽ കുരുക്കിലേക്ക് പോവുകയല്ലേ? അത് ഒരു വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. ഷാഫി എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടില്ല, എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് അവിടെ ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ വനിതാ നേതാക്കളടക്കം മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. പിന്നെ എന്തിന് കോടതി വിധി കാത്തു നിൽക്കുന്നു കോൺഗ്രസ് എന്നതും ഒരു വലിയ ചോദ്യമല്ലേ? ഷഹനാസ് ഇന്നലെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോഷ്യൽ മീഡിയയിൽ അടക്കം നേരത്തെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച ചില വനിതകളുണ്ട്. അവരൊക്കെ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഷഹനാസിനെ പോലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ഒരാൾക്ക് പോലും ദുരനുഭവം ഉണ്ടായി എങ്കിൽ അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഇയാളെ സംരക്ഷിച്ചു എന്ന ചോദ്യം ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് പലരും നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം പകരുന്ന തരത്തിലാണ് ഇന്നലെ ഷഹനാസ് വാർത്താ സമ്മേളനം നടത്തിയത്. ഷഹനാസ് അത് മാത്രമല്ല പറഞ്ഞു വെച്ചത്, അത് ഓർത്തു വെക്കണം അനുശ്രീ. അതായത് തനിക്ക് മാത്രമല്ല കോൺഗ്രസിലെ പല വനിതാ നേതാക്കൾക്കും മഹിളാ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഭാരവാഹിത്വമുള്ളവർക്കൊക്കെ വ്യക്തിപരമായി മോശമായി രാഹുൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ള അതീവ ഗൗരവതരമായ ആരോപണമുണ്ട്. ഇതിൽ പല കാര്യങ്ങളും ഷാഫിക്കറിയാമൽ, രാഹുലിന്റെ ഗോഡ് ഫാദർ എന്ന് വിശേഷിപ്പിക്കുന്ന രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തു എന്ന് ഇന്നലെ പറഞ്ഞ ഷാഫി പറമ്പിലിനെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഷാഫിയെ അറിയിച്ചിട്ടും ഷാഫി ഇക്കാര്യത്തിൽ ഒരു സ്മൈലി മാത്രമാണ് ഷഹനാസിന് മറുപടിയായി നൽകിയത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവ സ്വഭാവം, അതായത് ഇത്തരത്തിലൊരു പരാതി വരുമ്പോൾ, ഇത്തരത്തിലൊരു സ്വഭാവ ദൂഷ്യം പുറത്തു വരുമ്പോൾ അയാളെ പറഞ്ഞു മനസ്സിലാക്കുക, ആവർത്തിക്കരുത് എന്ന് പറയുക, അതിനൊക്കെ ഉപരിയായി ഇയാളെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചു എന്നുള്ള ആരോപണം കൂടി ഷാഫി പറമ്പിലിനെതിരെ ഉയർന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ട്. അനുശ്രീ, അത് തീർച്ചയായും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ശരി, ഷഹനാസിന്റെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഷഹനാസ് ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. ആ വാക്കുകളിലേക്ക്. സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗത്തിന്റെ മുൻ അധ്യക്ഷ, എഴുത്തുകാരി, ഒപ്പം പ്രസാധക ഷഹനാസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. താങ്കൾ ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നു, അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു കുറിപ്പ് ഈ സമയത്ത് ഇടാനുള്ള ഒരു സാഹചര്യം? 2-3 വിഷയങ്ങളാണ് അതിൽ ഞാൻ പ്രതികരിക്കാൻ എനിക്ക് തീരുമാനമുണ്ടായത്. ഒന്ന്, പരാതി പറഞ്ഞു വരുന്ന ഇരകളായിട്ടുള്ള സ്ത്രീകളെ അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത, മുന്നോട്ട് പരാതിയുമായിട്ട് വരാനുള്ള സ്ത്രീകളുടെ ഒരു ആത്മധൈര്യത്തെ കെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നി. 2, 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്നലെ പരാതി നൽകിയിട്ടുള്ളത്. ബലാത്സംഗം ചെയ്തുവെന്നും എനിക്ക് നിന്നിലൊരു കുഞ്ഞുണ്ടാവണമെന്നും നിരന്തരം എല്ലാ സ്ത്രീകളോടും അദ്ദേഹം പറഞ്ഞുകൊണ്ട് ബലാത്സംഗത്തിന് ഇരയാക്കുന്ന ഒരു രീതി, അത് 23 വയസ്സെന്നൊക്കെ പറയുമ്പം ചെറിയ പ്രായമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രസിഡൻ്റായിരിക്കുന്ന അദ്ദേഹം യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള സ്ത്രീകൾക്ക് ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും, എത്രത്തോളം പെൺകുട്ടികൾ ഇതിനെ മിണ്ടാതിരിക്കുന്നുണ്ടാവും എന്ന് ആലോചിച്ചത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ശ്രീ ഷാഫി പറമ്പിൽ MP സംസാരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് എന്താ പറയുക, ഒരു രീതിയിൽ
ഒരു മറുപടി നൽകാതെ ഒരു പുച്ഛം കൊടുക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി എനിക്കുണ്ടെന്ന് തോന്നി. കാരണം ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് എന്നല്ല, എൻ്റെ അനുഭവം, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള മറ്റ് സ്ത്രീകളുടെ അനുഭവം, മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള മറ്റ് സ്ത്രീകളുടെ അനുഭവം ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായിട്ട് ഇദ്ദേഹത്തെ നിങ്ങൾ വെക്കരുത്. കാരണം അതിന് യോഗ്യരായ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ യൂത്ത് കോൺഗ്രസിലുണ്ട്, JS-ലുണ്ട്. എന്നാണ് രാഹുലിനെ താങ്കൾക്ക് ആദ്യമായി മനസ്സിലാക്കി തുടങ്ങിയത് അല്ലെങ്കിൽ പരിചയപ്പെട്ടു തുടങ്ങിയത്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് അറിയുന്നത്, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആയിരുന്നു. ശ്രീ ഷാഫി പറമ്പിൽ MP, ഇപ്പോഴത്തെ MP, അന്ന് MLA ആയിരുന്ന അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി എങ്ങാണ്ടാണ്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫ്രണ്ടായിരുന്നു എന്നും നിരന്തരം എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്നും ഞാൻ അതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്നെയാണ് പറയുന്നത്, ഞാൻ നിരന്തരം മെസ്സേജ് അയച്ചിട്ട് ഷഹനാസ് ഇതുവരെ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം തന്നെ എന്നോട് അന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു, അങ്ങനെ ഒരു വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആകുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു സെക്രട്ടറി ആണ് എന്നറിയുന്നത്. അപ്പം ഞാൻ ആണോ എന്ന് പറഞ്ഞ് ഞാൻ പരിശോധിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകുന്നത്. എനിക്ക് പേഴ്സണലി അറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തെ അറിയുന്നത്. പിന്നീട് എങ്ങനെയാണ് ഈ ഷാഫി പറമ്പലിനൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലേക്ക് ഒരു മനസ്സിലാക്കൽ എങ്ങനെ വന്നു? എന്തൊക്കെ സാഹചര്യങ്ങളാണ് അത്തരം ഒരു മുന്നറിയിപ്പ് നൽകാൻ താങ്കളെ പ്രേരിപ്പിച്ചത്? എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനൊരു വിവാഹിതയാണ് എന്നും ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് എന്നും അറിയുന്നവരാണ് എല്ലാവരും. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ഡോക്ടർ റിജി റഷീദുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാനും അവളും, കർഷക സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ നിങ്ങൾ കർഷക സമരത്തിൽ പങ്കെടുത്തത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കർഷക സമരം എന്ന് പറയുന്നത് ചമ്പാരൻ സമരത്തിനൊക്കെ ശേഷമുള്ള ഇപ്പോഴത്തെ കർഷകരുടെ ഒരു പ്രതിഷേധം, അത് അനുഭവിച്ചറിയുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിൽ പങ്കെടുത്തത്. അപ്പോൾ നമുക്ക് പോവണ്ടേ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾ പോവണ്ടേ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമുക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, നമുക്ക് രണ്ടാൾക്കും പോവണ്ടേ എന്ന് ചോദിച്ചു. അതിന് ഉത്തരം ഞാൻ അന്ന് തന്നെ നൽകുകയും ആ സംസാരം അവിടെ നിർത്തുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ട്. അതിനപ്പുറം യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകരായ പലരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട് സമാന അനുഭവങ്ങൾ. മഹിളാ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. KSUവിലടക്കമുള്ള പെൺകുട്ടികളോട് അവൻ പെരുമാറുന്നത് ആ പെൺകുട്ടികൾ പറഞ്ഞിട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ചെറിയ ചെറിയ പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. ഒന്നും അറിയാത്ത അവിവാഹിതനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന അന്നത്തെ ആ വ്യക്തി. അധികാരവും പ്രശസ്തിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ നന്നായി ഉപയോഗിച്ചു എന്ന് നമുക്കിപ്പോൾ അറിയാം. ഇത് പരാതി പറയാൻ അത്രയും ആത്മധൈര്യമുള്ള പെൺകുട്ടികളെ പരാതിയുമായിട്ട് വരൂ. കാരണം സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെട്ടുക്കിളികൾ ആക്രമിച്ചങ്ങ് ഇല്ലാതെയാക്കി കളയാണ്. അപ്പോൾ പരാതി പറയാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കോൺഗ്രസിൽ മാത്രമല്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള സ്ത്രീകൾക്ക് പോലും മെസ്സേജ് അയച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അപ്പം അതിന് ഞാൻ പറയേണ്ടതുണ്ട് എന്ന് അനിവാര്യമായ സമയത്തായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഈ ഷാഫിക്ക് ഇക്കാര്യത്തിൽ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാവിനെ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ യുവജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കളങ്കം പെടുത്തിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പങ്കുവഹിച്ച ശ്രീ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി തല കുനിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം നിയമസഭയടക്കം എല്ലായിടങ്ങളിലും സ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നത് കണ്ട് കോരിത്തരിച്ചിട്ടുള്ള സ്ത്രീകളിൽ ഒരു സ്ത്രീയാണ്. താങ്കളെയാണ് പുതുതായി ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്താണ് ഇവളുടെ ലക്ഷ്യം? ഒറ്റുകൊടുത്തോ, പണം വാങ്ങി ഒറ്റിക്കൊടുത്തോ, അല്ലെങ്കിൽ മറ്റു കാര്യമാണോ എന്നൊക്കെ ചോദിച്ചാണ് കമന്റുകൾ വന്നു തുടങ്ങിയത്. ഈ വെട്ടിക്കിളി കൂട്ടത്തിന്റെ ആക്രമണത്തെ എങ്ങനെ നേരിടും? എനിക്ക് ഈ വെട്ടിക്കിളി കൂട്ടത്തോട് പറയാനുള്ളത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെ, സോണിയാഗാന്ധിയുടെ, രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഒരു മഹത്തായ ഒരു കുറേ പ്രയത്നങ്ങളുണ്ട്.
അതിനെ കളങ്കപ്പെടുത്തിയത് ഈ പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളല്ല. നിങ്ങളൊക്കെ ഇപ്പോഴും ആരാധിക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് കൊടുക്കാത്ത പദവികളില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ചാനലുകളിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാനുള്ള വലിയ പദവി കൊടുത്തിട്ടുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ യുവ MLA ആക്കിയിട്ട് ഇവിടെ ആഘോഷമാക്കിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അപമാനിച്ചത്. എന്നിട്ടും പാർട്ടി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം വീണ്ടും ഇവിടെ എന്താ പറയുക, സിനിമാ നടികളെയൊക്കെ കൊണ്ടുവന്ന് ഇരകൾക്ക് മുന്നിൽ ചുവന്ന കളർ ഡ്രസ്സൊക്കെ പരസ്പരം രണ്ടുപേരും ധരിച്ച് ആളുകൾക്ക് മുന്നിൽ, അതായത് ഞാൻ ഈ സ്ത്രീയെ തൊട്ടു കെട്ടിപ്പിടിച്ചു, അതുകൊണ്ട് അവരൊന്നും പീഡനമേറ്റില്ലല്ലോ, ഞാൻ വലിയ മാന്യനാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ കാണിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. വേട്ടക്കാരായ ആളുകളുടെ സ്ഥിരം പരിപാടിയാണിത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിച്ചോടി രക്ഷപ്പെടാൻ പോലും സഹായിച്ചത് ഏതോ ഒരു സിനിമാ താരത്തിൻ്റെ വണ്ടിയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആ സ്ത്രീയോടൊക്കെ പരമ പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ഒരു സ്ത്രീയെ ഏറ്റവും മോശം അവസ്ഥയിലാക്കിയ ഒരു മനുഷ്യനെ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് അയാൾ ചെയ്ത അതേ ക്രൂരതയ്ക്ക് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. ഒരു സെക്ഷൽ പ്രിഡേറ്റർ എന്നാണ് ഇന്നലെ ആ പെൺകുട്ടി അയച്ച മെയിലിൽ പറയുന്നത്. അപ്പം അമ്മയുടെ പ്രായമുള്ള ആളുകളോട് പോലും ഇത്തരത്തിൽ പെരുമാറ്റം ഉണ്ടായെന്ന്, അങ്ങനെയൊക്കെയല്ല താങ്കൾക്ക് പറയാവുന്നത്? ഞാനും അങ്ങനെ തന്നെയാണ് അറിയാവുന്നത്. നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ? നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളോട് കമന്റ് അടിക്കാനോ അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യാനോ അവരെ ഒന്ന് മിസ്യൂസ് ചെയ്യാനോ മുന്നോട്ട് വരാൻ പറ്റുന്ന ധൈര്യം എന്ന് പറയുന്നത് ഒരു യുവ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ച് അത് അസാമാന്യ ധൈര്യമായിരിക്കും. ആ ധൈര്യം അങ്ങേയറ്റമുള്ള ആളാണ് എന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടൻ തെളിയിച്ചില്ലേ? നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരായ എത്ര സ്ത്രീകളെ അദ്ദേഹം ചൂഷണം ചെയ്തു ഇല്ലേ? അപ്പോൾ അത് എന്താ പറയുക, അതിനുള്ള ധൈര്യം പോലും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത്രയും ക്രിമിനൽ, അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വോയിസിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിന്നെയൊക്കെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണം എന്ന് പറയുന്നുണ്ട്. അത് പറയിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ അധികാരമാണ്. ആ അധികാരം കൊടുക്കാൻ കൂട്ടുനിന്ന നേതാക്കന്മാരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ. നിലമ്പൂരും ഉണ്ടായിരുന്ന താങ്കൾ ഉപതെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് അവിടെ വെച്ച് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അന്ന് ആ നിലമ്പൂർ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇല്ലേ? അന്ന് അദ്ദേഹം വളരെ സജീവമായിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിലമ്പൂരിൽ ഉണ്ടായിരുന്ന ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും ഒക്കെ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ വെച്ചിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ നിലമ്പൂരുണ്ട് എന്നും ഞാൻ അവിടെ ആക്റ്റീവായിട്ടുണ്ട് എന്നും അറിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. നിലമ്പൂരുണ്ടോ താങ്കൾ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്കൊന്ന് കാണണ്ടേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഉള്ളത്, എവിടെയാണ് ഇപ്പം പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമൊന്നും നൽകിയില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടപ്പോൾ നിലമ്പൂരിലെ ഇലക്ഷനോടനുബന്ധിച്ചാണ് ആ അതിജീവിതയ്ക്ക് മരുന്ന് കൊടുക്കുന്നതും അവരെ എന്താ പറയുക പീഡിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നതും ഗർഭമലസിപ്പിക്കാൻ. അപ്പോൾ ആ മാനസികാവസ്ഥയിൽ പോലും അദ്ദേഹം അടുത്ത ആളെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ മാത്രമായിരിക്കില്ല, അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് സ്ത്രീകളോട് അദ്ദേഹം അത്തരത്തിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. നമുക്കറിയാം ഇത് എന്തിനാണെന്ന്. മെസ്സേജ് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളാണ് നമ്മളൊക്കെ. വീട്ടിന് ഉള്ളിൽ അടുക്കളയിൽ ഇരിക്കുന്ന ആളുകളൊന്നുമല്ല, സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമുക്കൊരാൾ മെസ്സേജ് അയച്ചാൽ ഏത് രീതിയിൽ ഉൾക്കൊള്ളാൻ എനിക്കറിയാം, എന്നെ പോലെയുള്ള ഒരുപാട് സ്ത്രീകൾക്കറിയാം. അതറിയാത്ത പെൺകുട്ടികളെ എത്ര ആൾക്കാരെ അയാൾ അവിടെ വെച്ച് ചൂഷണം ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ ആലോചിക്കുന്ന ഇത്രയും ഒക്കെ മാനസികമായി സംഘർഷം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പോലും അടുത്ത ആളോട് നമുക്ക് കാണണ്ടേ എന്ന് ചോദിക്കുന്ന അത്രയും ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടൻ. ഈ രാഷ്ട്രീയത്തിലെ സ്ഥാനങ്ങൾക്കപ്പുറം നിലപാടുകൾ ഉറക്കെ പറയേണ്ടതുണ്ട് എന്തിനാണ് ഷഹനാസ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇത് പറയേണ്ട സാഹചര്യം. കാരണം 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വൈകൃതങ്ങൾ തുറന്നു പറഞ്ഞ് പുറത്തേക്ക് എത്തിയത്. രാഹുൽ മാത്രമല്ല, രാഹുലിനെ സംരക്ഷിക്കുന്ന നേതാക്കളും ഈ കുറ്റകൃത്യത്തിൽ സമാനമായ രീതിയിൽ തന്നെ പങ്കാളികളായിരിക്കുന്നു. കൃത്യമായ ഒരു പുനർചിന്തനം ഇക്കാര്യങ്ങളിൽ വേണമെന്നും അവർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനിയും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ. ഒരു നിമിഷം പോലും വൈകാതെ പുറത്താക്കണം. പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്ന ഓരോ നിമിഷവും പ്രതിച്ഛായയെ ബാധിക്കുമെന്നും സജന പറഞ്ഞു. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പാർട്ടി നേതാക്കൾ മനസ്സിലാക്കേണ്ടതല്ലേ? അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ ഈ ചർച്ചയുടെ എന്നല്ല, ഞാൻ ഈ തുടക്കം നാൾ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ പാർട്ടിക്ക് എത്രത്തോളം ദോഷകരമായി അത് ബാധിക്കും എന്നുള്ളതും, ഇനിയും തുടർന്നു പോയാൽ പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് എത്രത്തോളം വിള്ളലേൽക്കും എന്ന് ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതൊക്കെ എത്രയും വേഗം നേതാക്കൾ മനസ്സിലാക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ.
ആ ഒരു രീതിയിൽ ഇന്ന് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു വ്യക്തിയെ പുറത്താക്കുകയും ആ കോൺഗ്രസിന്റെ ലേബലിൽ MLA ആയ ആ MLA എന്ന 3 അക്ഷരത്തെ എത്രയും വേഗം എടുത്തു മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പാർട്ടി കൈക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഉടനടി തന്നെ ആ പാർട്ടി അത് ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതി അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. നിരാഹാരം തുടരുന്നതിനാൽ ആരോഗ്യനില മോശമായ രാഹുലിനെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഈശ്വറുമായി ടെക്നോ പാർക്കിലെ ഓഫീസിൽ സൈബർ പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈ ഓഫീസിൽ വെച്ചാണ് രാഹുൽ ഈശ്വർ യൂട്യൂബ് വീഡിയോകൾ ചിത്രീകരിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. രാഹുലിന്റെ പൗടിക്കോണത്തെ വീട്ടിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി വീണ്ടും പരിശോധന നടത്തിയേക്കും. അതേസമയം രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ നാളെ സെഷൻസ് കോടതി പരിഗണിക്കും. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ നടക്കും. ഇന്ത്യയുമായും ചൈനയുമായുള്ള സഹകരണം പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിടുന്നതായി പുടിൻ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. അതേസമയം തന്നെ ഇന്ത്യയുടെ കാർഷിക സമുദ്ര ഉൽപ്പന്നങ്ങൾക്ക് റഷ്യൻ വിപണിയിൽ പ്രാധാന്യം കൊടുക്കണമെന്നൊരു ആവശ്യം ഇന്ത്യ ഉന്നയിച്ചിരുന്നു. അതിലൊക്കെ ചർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാര സഹകരണം ശക്തിപ്പെടുത്തുക എന്നതിനേക്കാൾ പ്രതിരോധ ആണവ റിയാക്ടർ മേഖലകളിൽ ആണവോർജ്ജ മേഖലയിൽ അടക്കം കൂടുതൽ കരുത്തുറ്റ ബന്ധം പുനഃസ്ഥാപിക്കുക എന്നതുകൂടിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സംഘവും ഇന്ന് ഡൽഹിയിൽ എത്തുന്നത്. ഇന്ന് വൈകിട്ട് എത്തുന്ന ഈ സംഘത്തിന് ഔദ്യോഗികമായി തന്നെ സ്വീകരണം നൽകും. വൈകിട്ട് 7 മണിക്ക്, രാത്രി 7 മണിക്ക് ആണ് ഇന്നത്തെ അത്താഴ വിരുന്ന്. ആ അത്താഴ വിരുന്ന് നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ലോ കല്യാൺ മാർഗിൽ ആണ് 7 മണിക്ക് അത്താഴ വിരുന്ന്. ഈ അത്താഴ വിരുന്നിൽ ആയിരിക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രാഥമികമായ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത്, നാളെയാണ് ഇന്ത്യ റഷ്യ ഉച്ചകോടി നടക്കുന്നത്. ഈ ഉച്ചകോടിയുടെ ഭാഗമായി വിവിധ ചർച്ചകൾ ആണ് നടക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഇന്ത്യയുടെ വിവിധ വകുപ്പുകളുടെ മേധാവികളുമായും കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റിനെ കൂടാതെ റഷ്യയുടെ പ്രതിരോധ മന്ത്രിയും ധനകാര്യമന്ത്രിയും സംഘത്തിൽ ഉണ്ട് എന്നതാണ്. അതോടൊപ്പം തന്നെ റഷ്യയുടെ കേന്ദ്ര ബാങ്കിൻ്റെ ഗവർണറും റഷ്യയുടെ സംഘത്തിൽ ഉണ്ട് എന്നത്. അതിൽ നിന്ന് തന്നെ അനുശ്രീ, എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ സന്ദർശനം എന്നും റഷ്യ എത്രത്തോളം പ്രാധാന്യമാണ് ഈ സന്ദർശനത്തിന് നൽകുന്നത് എന്നതും നമുക്ക് അറിയാം. പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള ഉഭയകക്ഷി ബന്ധം ഇപ്പോൾ തകരാറിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപുമായി പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അത് പരാജയപ്പെടുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. മറ്റൊന്ന്, ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിട്ടുള്ള അധിക പിഴത്തീരുവയാണ്. അത് റഷ്യയുമായുള്ള സഹകരണം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആ എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കണം എന്നതാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ ഇന്ത്യ അതിനെ ഇപ്പോഴും വഴങ്ങുന്നില്ല. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ അളവ് കുറച്ചു എന്ന തരത്തിലൊക്കെ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യ അത് ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല. ഇതിനിടയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഈ കൂടിക്കാഴ്ചയെ ഉറ്റുനോക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം പ്രതിരോധ മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായകമായ കരാറുകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ചേക്കും എന്ന സൂചനയുണ്ട്. അത് എടുത്തു പറയേണ്ടത്, ഈ പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുന്നതിനു വേണ്ടി റഷ്യയുടെ പാർലമെന്റിന്റെ അധോസഭയായിട്ടുള്ള ഡ്യൂമ നേരത്തെ തന്നെ അനുമതി നൽകിയിട്ടുണ്ട്. അതായത് ഇന്ത്യയുമായി പ്രതിരോധ സഹകരണ കരാർ മെച്ചപ്പെടുത്തുന്നതിനുള്ള അനുമതിയാണ് ഈ ഡ്യൂമ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റിന് ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികളില്ലാതെ തന്നെ ഇന്ത്യയുമായി പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ S-500 ഒപ്പം സുഖോയ് 57 യുദ്ധവിമാനങ്ങൾ അടക്കം ഇന്ത്യയുമായി കൈമാറുന്നത് സംബന്ധിച്ച് ധാരണയാകും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ആണവോർജ്ജ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തും എന്നുള്ളതാണ്. ആണവോർജ്ജ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള അനുമതി കഴിഞ്ഞ ദിവസം റഷ്യയുടെ മന്ത്രിസഭാ യോഗം പാസാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആണവോർജ്ജ മേഖലയിൽ പരസ്പരം സഹകരണം ശക്തിപ്പെടുത്തും എന്ന് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇന്ത്യയിലെ കൂടംകുളം ആണവ നിലയത്തിൻ്റെ ഊർജ്ജ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് റൊസാറ്റ് എന്ന ആണവോർജ്ജ കമ്പനിയാണ്. ഈ റൊസാറ്റ് റഷ്യൻ കമ്പനിയാണ്. ഇവിടെ കൂടുതൽ ആണവോർജ്ജ മേഖലയിൽ കൂടുതൽ
വിപുലീകരണത്തിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ആണവോർജ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിന് അടക്കം തദ്ദേശീയമായ പരിശീലനം ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർക്ക് ഒപ്പം സാങ്കേതിക വിദഗ്ധർക്ക് നൽകുന്നത് സംബന്ധിച്ച ധാരണാപത്രത്തിലും റഷ്യയും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം നേരത്തെ അനുശ്രീ ചൂണ്ടിക്കാണിച്ച അതായത് വ്യാപാര മേഖലയിലെ മറ്റു വ്യാപാര മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യന്ത്രഭാഗങ്ങൾ, അതായത് ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന യന്ത്രഭാഗങ്ങൾ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ, സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവ അധികമായി റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള നീക്കങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കരാറുകളിലും ഒപ്പിടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒരുപക്ഷെ സംയുക്തമായ പ്രസ്താവന പുറത്തിറക്കിയേക്കും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. 2030 വരെ നീണ്ടു നിൽക്കുന്ന കരാറുകളിൽ ആയിരിക്കും ഇന്ത്യയും റഷ്യയും ഏർപ്പെടാൻ പോകുന്നത് എന്നാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് യൂറി ഇഷാക്കോവ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇങ്ങനെ വ്യാപാര മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ തന്ത്രപ്രധാനമായ സൈനിക കരാറുകളിൽ കൂടി ഒപ്പിടാൻ പോകുന്ന ഒരു നീക്കം ആണ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു കൂട്ടുകെട്ട് ഉരുത്തിരിഞ്ഞു വരുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതിന് കാരണം ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാധ്യമങ്ങളോട് അടക്കം പ്രതികരിച്ചത് ഇന്ത്യയും ചൈനയുമായി കൂടുതൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. അവിടെ നമുക്കറിയാം ഇന്ത്യയും ചൈനയും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് നീക്കമാണ്. ഇതെല്ലാം തന്നെ അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എന്നുകൂടിയാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേറിയതിനു ശേഷം സ്ഥിരതയില്ലാത്ത നിലപാടുകൾ ആണ് പലപ്പോഴും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നത്. ഇന്ത്യ, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ പോലും ഏറ്റവും അധികം പിഴത്തീരുവ ചുമത്തിയിട്ടുള്ളത്. ഇന്ത്യ ആകട്ടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി പോകുന്നത്. അവിടെ അമേരിക്കയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്ധി ചേരലിന് ഇന്ത്യ തയ്യാറാകുന്നില്ല. മറിച്ച് മറ്റു ലോകരാഷ്ട്രങ്ങളുമായി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക, മറ്റു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വിപണി കണ്ടെത്തുക, ഇതാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന തന്ത്രം. അതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇത്തരം പിഴത്തീരുവ അടക്കം മറികടക്കാനുള്ള നീക്കങ്ങൾ കൂടിയാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുശ്രീ. ശരി, കെ പി അഭിലാഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. റഷ്യ നടത്തുന്ന വ്യോമാതിർത്തി ലംഘനങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി നാറ്റോ സെക്രട്ടറി ജനറലായ മാർക്ക് റൂട്ടെ. നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. യുക്രൈൻ യുദ്ധം ചർച്ച ചെയ്യാൻ ചേർന്ന നാറ്റോ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ശേഷമായിരുന്നു ഈ പ്രതികരണം. പ്രശ്ന പരിഹാരത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മാത്രമേ കഴിയൂ. പുടിന്റെ ഉപദേശകരുമായി കൂടിക്കാഴ്ച നടത്താൻ അമേരിക്കൻ സംഘം നടത്തുന്ന ശ്രമങ്ങളെ മാർക്ക് റൂട്ടെ പ്രശംസിച്ചു. മുഖ്യമന്ത്രി പദത്തിനായി സമ്മർദ്ദം ശക്തമാക്കി DK ശിവകുമാർ. DK ഡൽഹിയിലെത്തി സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനാണെന്നാണ് വിശദീകരണം. നേതൃത്വം ക്ഷണമില്ലാതെ ഡൽഹിയിലേക്ക് എത്തില്ലെന്ന് സിദ്ധരാമയ്യ വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടകരുടെ കാറിന് തീപിടിച്ചു. ആർക്കും പരിക്കില്ല. ദർശനത്തിനായി പോയവരുടെ വാഹനമാണ് പമ്പ ചാലക്കയത്തിന് സമീപം വെച്ച് തീപിടിച്ചത്. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഹൈദരാബാദ് സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ച കാർ തീപിടിച്ചത്. പമ്പ ചാലക്കയത്തിന് സമീപത്താണ് ഈ കാർ പുലർച്ചയോടുകൂടി തീപിടിക്കുന്നത്. ഉടൻ തന്നെ കാറിൽ നിന്ന് പുക ഉയരുന്ന കണ്ടുകൊണ്ട് തന്നെ തീർത്ഥാടകരെ പുറത്തിറക്കി ഫയർഫോഴ്സ് ഉടൻ തന്നെ സ്ഥലത്തെത്തി തീ അണച്ചു. അതിനുശേഷമാണ് കാർ പൂർണ്ണമായി കത്തി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് വലിയ രീതിയിലൊരു അപകടത്തിൽ നിന്നാണ് ഈ തീർത്ഥാടകർ രക്ഷപ്പെട്ടത്. ഈ ചാലക്കയത്ത് വെച്ചാണ് ഇത്തരത്തിൽ സംഭവം. പുലർച്ചയോട് കൂടിയാണ് സംഭവം. ഹൈദരാബാദ് സ്വദേശികളായ ഇവർ ശബരിമലയ്ക്ക് പോവുകയാണ്. ഇപ്പോൾ യാത്രയ്ക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് വാഹനത്തിൽ നിന്നും പുകയിരുന്നുണ്ട്. വാഹനം നിർത്തുകയും പിന്നീട് ഫയർഫോഴ്സിനെ വിളിച്ച് വന്നതിന് ശേഷം തീ അണച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്തത്. ശരി, ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായിരുന്ന എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. പത്മകുമാറിനെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. 8-ാം തീയതിയാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റംഗങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ കൈമാറിയതടക്കം കൂട്ടായെടുത്ത തീരുമാനമെന്നാണ് പത്മകുമാറിന്റെ വാദം. രാവിലെയിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരസ്യ പ്രചാരണത്തിന് ദിവസങ്ങൾ ശേഷിക്കെ കൊല്ലം മേയർ സ്ഥാനാർത്ഥികളുടെ പ്രചരണം ശക്തമായിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി AK ഹഫീസ്, NDA സ്ഥാനാർത്ഥി കേണൽ ഡിന്നി, LDF സ്ഥാനാർത്ഥി VK അനിരുദ്ധൻ തുടങ്ങിയവരാണ് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. 30 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മൂന്ന് മുന്നണികളും. ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ UDF മേയർ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചിരിക്കുന്നത് INTUC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസിനെയാണ്. താമരക്കുളം ഡിവിഷനിൽ നിന്നാണ് ഹഫീസ് ജനവിധി തേടുന്നത്. കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ഹഫീസ്. തൊഴിലാളികളുടെ ഇടയിലുള്ള സ്വാധീനവും സാമുദായിക വോട്ടുകളുമാണ് UDF സ്ഥാനാർത്ഥിയായ ഹഫീസ് ലക്ഷ്യം വെക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ മുഴുവൻ പ്രവർത്തകർക്ക് എന്നെ വിശ്വാസം ഈ താമരക്കുളം ഡിവിഷനിലെ സമ്മതിദായകർ തന്നെ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിലെത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു 5 വർഷക്കാലം ഞാൻ ഈ ഡിവിഷനെ പ്രതിനിധീകരിച്ചിരുന്നു. അന്ന് എനിക്ക് രാഷ്ട്രീയത്തിന് അതീതമായി, മതത്തിന് അതീതമായി, എല്ലാത്തിനും അതീതമായി ഒരാളെയും ഞാൻ വേർതിരിച്ചൊരിക്കലും നിർത്തിയിട്ടില്ല. ഒരാൾക്കും അത് നിഷേധിക്കാനും കഴിയുമെന്ന് എനിക്ക്. ആ 5 വർഷക്കാലം എല്ലാ ആളുകളെയും ഒരേപോലെ, എല്ലാ വോട്ടർമാർ മാത്രമല്ല, കൊച്ചുകുട്ടികളാണെങ്കിലും ശരി, സഹോദരിമാരെല്ലാവരും ഒരേ മനസ്സോടി കാണുവാനും ചരിത്രത്തിൽ ഒരിക്കലും ഈ പ്രദേശത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തത്ര വികസന പ്രവർത്തനം ചൂണ്ടി എണ്ണി കാണിക്കാൻ കഴിയുന്ന വികസന പ്രവർത്തനം ഞാൻ കടന്നു പോകുന്ന ഓരോ പ്രദേശത്തും 4 ഭാഗങ്ങളായിട്ടുണ്ട്. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി മുതിർന്ന നേതാവ് VK അനിരുദ്ധനാണ്. കനിമേൽ വെസ്റ്റിൽ നിന്നാണ് ജനവിധി തേടുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കർഷക സംഘം ജില്ലാ ട്രഷറർ എന്നീ ചുമതല VK അനിരുദ്ധൻ വഹിക്കുന്നു. ഒറ്റയ്ക്കും പ്രവർത്തക കൂട്ടായ്മയിലൂടെയുമാണ് പ്രവർത്തനം. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുമാണ് പ്രചാരണം. വളരെ നന്നായി മുന്നേറുകയാണ്. എല്ലാ പ്രവർത്തനം എല്ലാവരും നല്ല ഒറ്റക്കെട്ടായി സജീവമായി പ്രവർത്തിക്കുക. ഈ കാലഘട്ടം പറഞ്ഞൂടെ, ഇടതുപക്ഷ മുന്നണി സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലാണ്. അത്രയേറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ 50 ആണ്ടിൻ്റെ പരിചയം ഞാൻ മത്സരിക്കുന്ന തട്ടകുളത്തുള്ള നാട്ടിലുണ്ട്. എന്നെ എല്ലാവരും തിരിച്ചറിയുന്നു നല്ലപോലെ, ഞാനും അവരെ നല്ലപോലെ അറിയുന്നുണ്ട്. അത് വലിയ അനുഗ്രഹമാണ്. BJP സംസ്ഥാന വക്താവ് കേണൽ S ഡിന്നിയെയാണ് NDA കൊല്ലത്ത് മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത്. 2 പതിറ്റാണ്ടിലധികം സേനയിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം കൊല്ലം കോർപ്പറേഷനിലെ വടക്കേ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷന്റെ അഴിമതിയും എടുത്തു പറഞ്ഞാണ് BJP പ്രചരണം. ഈ കേരളത്തിലും കൊല്ലം കോർപ്പറേഷനിലും പ്രത്യേകിച്ച് 25 വർഷമായിട്ട് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വടക്കേവിള ഡിവിഷൻ, ഞാൻ അവിടുന്ന് മത്സരിക്കുന്ന 28-ാം ഡിവിഷനിൽ അവിടുത്തെ റോഡിൻ്റെയൊക്കെ അവസ്ഥ ദയനീയമാണ്. നമ്മളിപ്പോൾ വലിയ വികസനത്തിന് കാര്യം പറയുമ്പം ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത രീതിയിലുള്ള റോഡുകൾ വളരെ ദയനീയമാണ്. അവിടെ MLAയുടെ സ്വന്തം സ്ഥലമാണ്. 5 വർഷമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കൗൺസിലറുണ്ട്. അതിന് മുൻപും കോൺഗ്രസ് ആണ്. ഒന്നും ചെയ്യാതെ ഇപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിൽ മാത്രമാണ്. അതുപോലെ തന്നെ പല ഫണ്ടുകളും, കേന്ദ്ര ഗവൺമെന്റിന്റെ പല ഫണ്ടുകൾ, അമൃത് ഫണ്ടായാലും ശരി, പ്രധാനമന്ത്രി ആവാസ് യോജന, ആ ഫണ്ടൊന്നും ഉപയോഗിക്കാതെ അതെല്ലാം ലാപ്സ് ആക്കി കൊടുക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ കണ്ടത്. അപ്പം ഇന്ന് എനിക്ക് തോന്നുന്നു കൊല്ലം കോർപ്പറേഷനിൽ BJP എന്നുള്ളൊരു പ്രതീക്ഷ ആളുകളിലുണ്ട്. ആ പ്രതീക്ഷ വോട്ടിലൂടെയും പ്രതിഫലിക്കുന്നതാണ് എനിക്ക് പൂർണ്ണ വിശ്വാസം. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും നവമാധ്യമങ്ങളിലൂടെയും വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മൂന്ന് മുന്നണികളും. എസ് വിനീഷ്, ന്യൂസ് 18, കൊല്ലം.
മുസ്ലിം ലീഗ് കോൺഗ്രസ് പോരാട്ടമാണ് മലപ്പുറത്ത് പൊന്മുണ്ടത്തെ തെരഞ്ഞെടുപ്പിനെ വേറിട്ടതാക്കുന്നത്. മതചേരിയും മതേതര ചേരിയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് പഞ്ചായത്തിലെ കോൺഗ്രസുകാരുടെ അവകാശവാദം. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന DCC സെക്രട്ടറിയും ബ്ലോക്ക് പ്രസിഡന്റിനുമെതിരെ നടപടിയെടുക്കാതെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ട DCCയുടേത് വെറും ഉടായ്പ ആണെന്നാണ് ലീഗ് പ്രതികരിക്കുന്നത്. സംസ്ഥാനത്തെല്ലായിടത്തും UDF ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെങ്കിൽ പൊന്മുണ്ടത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. ലീഗിനെ തോൽപ്പിക്കാൻ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ കൈമെയ് മറന്ന് ഒന്നിച്ചിരിക്കുകയാണ് ഇവിടെ. ജനകീയ മതേതര മുന്നണിയായി കോൺഗ്രസും ഇടതുപക്ഷവും സ്വതന്ത്ര ചിഹ്നങ്ങളിലാണ് മത്സരിക്കുന്നത്. കുടയാണ് മിക്ക വാർഡുകളിലും ചിഹ്നം. ചിലയിടങ്ങളിൽ കത്രികയും കപ്പും സോസറും. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകൂടിയാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നതെന്നും മതചേരിയെ തോൽപ്പിക്കാനാണ് ഇവിടെ പോരാട്ടമെന്നും കോൺഗ്രസ് നേതാക്കൾ. പഞ്ചായത്തിനകത്ത് ഔദ്യോഗിക ചിഹ്നമില്ലാതെ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക ചിഹ്നമില്ലാതെ ഇത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി ഇങ്ങനെ മത്സരിക്കുമ്പോൾ ജനങ്ങൾ അതിനെ നോക്കിക്കാണുന്നത് ഒരു മതേതര ചേരിയും മറുപക്ഷത്ത് ഈ അർത്ഥത്തിലുള്ള ഒരു ചേരിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടാണ്. പൊന്മുണ്ടത്തിൻ്റെ മുൻകാല രാഷ്ട്രീയം, അതിൻ്റെ ചരിത്രമെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള അവർക്കടക്കമുള്ള പാർട്ടികൾക്ക് പാർട്ടി നേതൃത്വം കൊടുത്ത മുന്നണികൾക്ക് മുൻകാലങ്ങളിൽ അവസരം തന്നപ്പോൾ 2005-ലും 1995-ലും പാർട്ടി ഇവിടെ ഡെലിവർ ചെയ്ത ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്, പ്രോമിസുകളുണ്ട്, നിറവേറ്റിയ കുറേ യാഥാർത്ഥ്യമാക്കിയ നിറവേറ്റിയ വികസന പദ്ധതികളുണ്ട്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തവണയും തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. മറുവശത്ത് ഇടതുപക്ഷവുമായുള്ള സൗഹൃദത്തെ കടന്നാക്രമിച്ചാണ് മുസ്ലിം ലീഗിന്റെ പ്രചരണം. മുന്നണി ധാരണകൾ ലംഘിച്ച് മത്സരിക്കുന്ന കോൺഗ്രസ് പൊന്മുണ്ടം മണ്ഡലം കമ്മിറ്റിയെ പിരിച്ചുവിട്ട DCCയുടെ നടപടി വെറും ഉടായിപ്പാണെന്നും ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നേതാക്കൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടത് വെറും കണ്ണിൽ പൊടിയിടലാണ്. സത്യത്തിലൊരു ആളെ പൊട്ടീസാക്കുന്ന ഒരു പരിപാടിയാണ്. അതെന്നുവെച്ചാൽ ഒരു ഉടായ്പ പരിപാടിയാണ്. എന്നുവെച്ചാൽ ശരിക്കും ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ DCC സെക്രട്ടറിയും അതേപോലെ തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡൻറ്റുമാണ്, താനൂർ ബ്ലോക്ക് പ്രസിഡൻറ്റുമാണ്. അവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ശരിക്ക് ആ സ്ഥാനത്തിരിക്കുന്ന അവരെയാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി എടുക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ ഈ പിന്നെ പൊന്മുണ്ടം ബ്ലോക്ക് കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ട് അതൊരു ഉടായ്പ പരിപാടി എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വളരെ ക്ലിയറായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനമായിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ ശരിക്ക് ഇതിൻ്റെ തലയോട്ടന്മാരെ തൊടാതെ ഇവിടുത്തെ സാധാരണക്കാരായ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ അവരെ മേലിൽ ചുമത്തിക്കൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ രണ്ടാൾക്കാർ പുറത്ത് നിൽക്കുകയാണ്. അതിൻ്റെ DCC സെക്രട്ടറി ആണെങ്കിലും അതേപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ആണെങ്കിലും. പൊന്മുണ്ടം പഞ്ചായത്തിൽ BJP ചില വാർഡുകളിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും പലയിടത്തും അവരുമായി ലീഗ് അപ്രഖ്യാപിത സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതെല്ലാം BJP നിഷേധിക്കുന്നുമുണ്ട്. എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്ന വിധത്തിലാണ് രാഷ്ട്രീയ മുന്നണി സമവാക്യങ്ങൾ പൊന്മുണ്ടത്ത് മാറിമറിഞ്ഞിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഗ്രാമീണ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഇടുക്കി കാമാക്ഷി പഞ്ചായത്തിലെ കൊച്ചു കാമാക്ഷിയിലാണ് മുന്നണി വ്യത്യാസമില്ലാതെ പ്രദേശവാസികൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. വോട്ട് ബഹിഷ്കരണത്തിന് പുറമെ ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ഇടുക്കി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ പുഷ്പഗിരി പാറക്കട റോഡിന്റെ പ്രധാന ഭാഗത്ത് 300 മീറ്റർ ദൂരം ടാറിംഗ് ഒഴിവാക്കിയിരുന്നു. റോഡിന് കുറച്ച് തകരാറുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ റോഡ് സഞ്ചാരയോഗ്യമായിരുന്നു. റോഡ് പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി പൊളിച്ച് ലെവൽ ചെയ്ത ശേഷം കരാറുകാരൻ ബാക്കി പണികൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. 45 വർഷമായി കിടക്കുന്ന റോഡാണിത്. ഇന്ന് വരെ ഈ റോഡിന് യാതൊരു പണിയും ചെയ്യാണ്ട് ഈ അടുത്ത കാലത്ത് ചെയ്ത പണിയാണ് ഈ റോഡിൽ. ഈ മണ്ണ് കുഴിച്ച് കുളമാക്കിയിട്ടിരിക്കുക. ഇവിടെ ബൈക്കിൽ പോയ കൊച്ചുങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവരുടെ കാലിന്റെ മുട്ടും പൊട്ടി നടുപൊടിഞ്ഞ ആൾക്കാരൊക്കെ. റോഡ് പൊളിച്ച് പുതുതായി മണ്ണിട്ട ഈ ഭാഗത്ത് മഴ പെയ്തതോടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതായി നാട്ടുകാർ പറയുന്നു. ഇലക്ഷന് മുമ്പായിട്ട് ഒരാഴ്ച മുമ്പാണ് ഇതിങ്ങനെ JCB കൊണ്ടുവന്ന് കൊത്തി ഇളകി ഈ പരുവത്തിലാക്കി വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ താഴെ ഒരു പെങ്കൊച്ചു വന്ന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്. സ്കൂട്ടിയെന്ന് വന്ന് വീഴുന്ന ഒരവസ്ഥയുണ്ടായി. ആൾക്കാർക്ക് ആ നടുപൊടിയുന്ന അവസ്ഥയിലേക്കാണ് കിടക്കുന്നത്. കാമാക്ഷി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡിലാണ് ഈ സംഭവം. നിരവധി തവണ ഇക്കാര്യം പഞ്ചായത്തിനെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കുറേ കാലമായിട്ട് ഞങ്ങൾ പറയുന്നതാണ്
ഇന്ന് ചെയ്യും നാളെ ചെയ്യും, അല്ലെങ്കിൽ അവിടെ മിറ്റിലിറക്കിയിട്ടിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാതെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ഈ അടുത്തിടയ്ക്ക് ഒരാഴ്ച മുന്നെയാണ് ഇത് ഇത്രയും ഇങ്ങനെ ചെയ്തിട്ടേക്കുന്നത്. അതായത് JCB കൊണ്ടുവന്ന് പെട്ടെന്ന് മണ്ണെല്ലാം എടുത്ത് ഞങ്ങൾ ഉടനെ തന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ ഇത്രയും ശരിയാക്കിയിട്ടേക്കുന്നത്. ഇതിൻ്റെ തുടക്ക സൈഡിൽ അതൊന്നും നിരത്താതെ പോലും ടാറ് തീരുന്നിടത്തു നിന്ന് അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത് ശരിക്കും ഒരു കുഴി രീതിയിലാണ്. നമുക്ക് എന്താ 4 വീലറും 3 വീലറും കുഴപ്പമില്ല, പക്ഷേ 2 വീലറും കൊണ്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് എന്ന് വെച്ചാൽ കുഴിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു തട്ട് പോലെയാണ്, അപ്പോൾ അത് മറിഞ്ഞു വീഴും. പ്രദേശവാസികൾക്ക് നീതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചത്. വോട്ട് ബഹിഷ്കരണത്തിന് പുറമെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുവാനും തീരുമാനിച്ചതായി നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. കോട്ടക്കൽ നഗരസഭയിലേക്ക് ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് 29. BJPയുടെ കുത്തക എന്നവർ വിശേഷിപ്പിക്കുന്ന ഇവിടം പിടിച്ചെടുക്കാൻ CPM നിയോഗിച്ചത് ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയയായ പൊതുപ്രവർത്തകയായ രാഗിണി ഉള്ളാട്ടിലിനെയാണ്. BAMS വിദ്യാർത്ഥിനിയായ നവ്യ മോഹൻ UDFനായി കളത്തിലിറങ്ങുമ്പോൾ നിലവിലെ കൗൺസിലർ ഗോപിനാഥന്റെ ഭാര്യ വസന്ത ഗോപിനാഥനാണ് ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി. കോട്ടക്കൽ നഗരസഭയിൽ BJPയുടെ ശക്തിദുർഗമായാണ് നായാടിപ്പാറ മേഖലയെ അവർ കരുതുന്നത്. 3 തവണയായി BJP ജയിച്ച ഇടം. വാർഡ് പുനഃക്രമീകരണത്തിൽ പല ഭാഗങ്ങളും വിട്ടുപോയെങ്കിലും അതൊന്നും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ലെന്ന ആത്മവിശ്വാസമാണ് BJPക്ക്. വാർഡിൽ ചിരപരിചിതയായ നിലവിലെ കൗൺസിലർ ഗോപിനാഥന്റെ ഭാര്യ കൂടിയായ വസന്ത ഗോപിനാഥൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. നല്ലൊരു ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം എല്ലാ വീട്ടിൽ ചെല്ലുമ്പോഴും എല്ലാവരും ഗോപേട്ടൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം ഏറ്റുവാങ്ങാത്ത ഒരൊറ്റ വീടുകളും നായടിപ്പാറ മുകളിലേക്കും ഇല്ല, ഈ നമ്മുടെ കൊട്ടപ്പടി ഭാഗത്തേക്കും ഇല്ല. അത് കാരണം ഗോപേട്ടൻ വിജയിച്ചിട്ട് ഗോപേട്ടൻ വാർഡ് നോക്കിയിട്ടല്ല ഓരോ പ്രവർത്തനങ്ങളും ചെയ്തു കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു റെസ്പോൺസ് എല്ലാവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ആത്മബലം നന്നായിട്ടുണ്ട്. നിലവിലെ 33-ാം വാർഡായ തോക്കാംപാറയിലെ കൗൺസിലറായ രാഗിണി ഉള്ളാട്ടിലിന്റെ സ്വീകാര്യതയിലും പ്രതിച്ഛായയിലും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം. ജയമുറപ്പെന്ന് ഇടതു സ്വതന്ത്രയെ മത്സരിക്കുന്ന രാഗിണി ഉള്ളാട്ടിൽ. എന്നെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ എല്ലാവർക്കും പരിചയപ്പെടുത്തണം. ഇത് രാഗിണി ഉള്ളാട്ടിൽ എന്നൊരു വ്യക്തിയെ ഒരാൾക്കും പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെ കുടുംബപരമായിട്ട് നമ്മൾ കോട്ടക്കൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയൊക്കെ വളരെ അറിയപ്പെടുന്ന ഒരു ആളുകളായതുകൊണ്ട് തന്നെ വലിയ ശുഭാപ്തി വിശ്വാസമാണ്. യുവത്വത്തിന്റെ പ്രതിനിധിയായാണ് BAMS വിദ്യാർത്ഥിനി നവ്യ മോഹനെ കോൺഗ്രസ് ഇവിടെ രംഗത്തിറക്കിയിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനോടകം തരംഗമായ നവ്യ മോഹന് താഴെത്തട്ടിലും മികച്ച സ്വീകാര്യത ലഭിക്കുന്നു എന്നത് UDFന് പ്രതീക്ഷ നൽകുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായിട്ടോ അങ്ങനെ ഒന്നുമല്ല ആൾക്കാർ നമ്മളെ സ്വീകരിക്കുന്നത്. ചെറിയ കുട്ടികളാണ്, അവരുടെ മക്കളാണ്, അങ്ങനെയുള്ള രീതിയിലാണ്. നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഒരു യൂത്ത് വരണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് അധികം കണ്ടതിൽ. നിലവിൽ 2 സീറ്റാണ് BJPക്ക് കോട്ടക്കലിലുള്ളത്. ഇത് പൂട്ടിക്കുകയാണ് LDFന്റെയും UDFന്റെയും ആദ്യ ലക്ഷ്യം. എന്നാൽ ഈ വെല്ലുവിളി മറികടന്ന് സീറ്റുകളുടെ എണ്ണം കൂട്ടുമെന്നാണ് BJPയുടെ അവകാശവാദം. ന്യൂസ് 18 മലപ്പുറം. തെരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങനെ ചൂട് പിടിച്ച് നടക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ എന്നാൽ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടിനിടെ വന്ന മകന്റെ 1ാം പിറന്നാൾ പാർട്ടി ഓഫീസിൽ ആഘോഷിച്ചിരിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി. 33-ാം ഡിവിഷനിൽ മത്സരിക്കുന്ന നടക്കാവിൽ ഷംസുദ്ദീനാണ് മകന്റെ 1ാം പിറന്നാൾ പ്രവർത്തകർക്കൊപ്പം ആഘോഷമാക്കിയത്. പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ഓഫീസിൽ പിറന്നാൾ ആഘോഷിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത്. മലപ്പുറം വളാഞ്ചേരി നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരിക്കൊണ്ട് നടക്കുകയാണ്. നഗരസഭയിലെ എല്ലാ വാർഡുകളിലും പ്രചരണം ഏറെ മുന്നോട്ട് പോയി. ഇതിനിടയിലാണ് നഗരസഭയിലെ 33-ാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷംസുദ്ദീൻ നടക്കാവിലിൻ്റെ മകൻ്റെ പിറന്നാൾ കടന്നു വന്നത്. ഷംസുദ്ദീൻ ഫർഷാന ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹ്സാന്റെ ആദ്യ പിറന്നാളായിരുന്നു ഇന്നലെ. തിരഞ്ഞെടുപ്പ് ചൂടിനിടെ സ്ഥാനാർത്ഥിയുടെ പ്രിയപുത്രന്റെ പിറന്നാൾ പ്രവർത്തകർക്കിടയിൽ ആവേശമായി. തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ പാതിരാത്രിയാണ് വീട്ടിലെത്തുന്നതെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. ഇതിനിടയിൽ മക്കൾക്കും കുടുംബത്തിനുമൊപ്പം സമയം ലഭിക്കാറില്ല. അതുകൊണ്ടാണ് പിറന്നാൾ പാർട്ടി ഓഫീസിലാക്കിയതെന്ന് ഷംസുദ്ദീൻ. സ്ഥാനാർത്ഥിയുടെ മകന്റെ പിറന്നാൾ പാർട്ടി തങ്ങൾക്കൊപ്പം ആഘോഷിക്കണമെന്ന് നിർബന്ധമായിരുന്നുവെന്ന് പ്രവർത്തകരും പറഞ്ഞു. ഞങ്ങൾ നിർബന്ധപ്രകാരം വർക്കേഴ്സിന്റെ നിർബന്ധപ്രകാരം ഞങ്ങളൊരു ആവേശമാക്കി ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെ കുട്ടിയുടെ ഫസ്റ്റ് പിറന്നാൾ ഓഫീസിൽ വെച്ചിട്ട് തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധപ്രകാരം ഞങ്ങൾ തന്നെ എടുത്ത തീരുമാനമാണ്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു മുന്നോട്ട് പോകണമെന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ പ്രതീക്ഷകളും നമുക്കുണ്ട്.
വിജയിക്കും. അതാണ് നമ്മുടെ ആവശ്യം. അതിനനുസരിച്ചുള്ള വർക്കും കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. വട്ടപ്പാറ വാർഡിൽ വിജയം സുനിശ്ചിതമെന്ന് പാർട്ടി പ്രവർത്തകർ പറയുന്നു. ആ ആത്മവിശ്വാസത്തിനുള്ള മധുര സമ്മാനമാണ് ഈ പിറന്നാൾ ആഘോഷമെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 തിരൂർ. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയം പറഞ്ഞും പരസ്പരം പോരടിക്കുന്നതുമായ സ്ഥാനാർത്ഥികളെയൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. എന്നാൽ ഒരേ വാർഡിലെ LDF UDF സ്ഥാനാർത്ഥികൾ ബൈക്കിൽ പാട്ടും പാടി പോകുന്ന കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. തൊടുപുഴ നഗരത്തിലെ 17-ാം വാർഡ് LDF സ്ഥാനാർത്ഥി ഫായിദ് സെയ്ദ് മുഹമ്മദും UDF സ്ഥാനാർത്ഥി KM നിഷാദുമാണ് ഇത്തരത്തിൽ പാട്ടും പാടി യാത്ര ചെയ്തത്. തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നിന്നും നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. ശബരിമലയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു. ഇന്നലെ 76,000 പേരാണ് അയ്യനെ തൊഴുതത്. തിരക്ക് കുറഞ്ഞതിനാൽ സുഖദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് തീർത്ഥാടകർ. കൂടുതൽ വിവരങ്ങളുമായി സജീവ് C. വാര്യർ സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. സജീവ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എങ്ങനെയാണ്, തിരക്കുണ്ടോ? നല്ല രീതിയിൽ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. രാവിലെ തിരക്ക് കുറച്ച് കൂടി എന്ന് പറയാം. എന്നാൽ ഇന്നലെ രാത്രിയിൽ തിരക്ക് നല്ല കുറഞ്ഞിരുന്നു. അതുകൊണ്ട് തീർത്ഥാടകർക്ക് സൗകര്യപൂർവ്വം ദർശനം നടത്തി മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട്. അതേസമയം ഇന്ന് പ്രത്യേകതയുണ്ട്. തൃക്കാർത്തിക ദിനമാണ്. അതുകൊണ്ട് വൈകുന്നേരം ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടായിരിക്കും സന്നിധാനം ഉണ്ടാവുക. ശ്രീകോവിലിനും അമ്പലത്തിന് ചുറ്റും ദീപങ്ങൾ തെളിയിക്കും. അതുപോലെ നാളെ ദേവസ്വം ബോർഡിന്റെ യോഗമുണ്ട്. അന്നദാന സദ്യ സംബന്ധിച്ചുള്ള തീരുമാനം യോഗത്തിൽ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കുമെന്നാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച സദ്യ വിളമ്പി തുടങ്ങണം എന്നായിരുന്നു തീരുമാനം. എന്നാൽ അക്കാര്യം തീരുമാനിക്കാൻ സാധിച്ചില്ല. കാരണം പ്രത്യേകിച്ച് സാധനങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് എല്ലാമുള്ള അസൗകര്യങ്ങളുണ്ടായിരുന്നു. ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ഈ സദ്യ കൊടുക്കുക എന്നുള്ള, അന്നദാനം സദ്യയായി കൊടുക്കുക എന്നുള്ള, കേരളീയ സദ്യ എന്നുള്ള തീരുമാനത്തിൽ നടപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവുന്നത്. അക്കാര്യത്തിൽ ഒടുവിലുള്ള അന്തിമ തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മണ്ഡലകാലത്ത് വന്നിരിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിവരം. 100 കോടിയിൽ പരം രൂപയാണ് സന്നിധാനത്ത് ലഭിച്ചിരിക്കുന്നത്. വരുമാനത്തിൽ വലിയ തോതിലുള്ള വർധനവ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ശരി, സജീവ് C. വാര്യരാണ് വിവരങ്ങൾ നൽകിയത്. ഇലക്ട്രോണിക്സ് റീറ്റെയിൽ ശൃംഖലയായ ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ടിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഓക്സിജൻ മഹാപ്രതിഭാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമൂഹ്യ സേവന രംഗത്ത് ദയാബായി, കായിക രംഗത്ത് അഞ്ജു ബോബി ജോർജ്, സാഹിത്യരംഗത്ത് KR മീര, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഡോക്ടർ സാബു തോമസ്, ചലച്ചിത്ര രംഗത്ത് പ്രേം പ്രകാശ് എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ. സംവിധായകൻ സിബി മലയിൽ ചെയർമാനായും പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള, ഡോക്ടർ പോൾ മണലിൽ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. 50,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 18-ന് വൈകുന്നേരം 5:30 കൊച്ചി പാലാരിവട്ടത്തെ ദി റെനെ കൊച്ചിൻ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് ജൂറി ചെയർമാൻ സിബി മലയിൽ, ഓക്സിജൻ ഗ്രൂപ്പ് CEO ഷിജോ K. തോമസ് എന്നിവർ പറഞ്ഞു. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. ഇന്ന് 1-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സിതാര മോൾക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്. അടൂർ പ്ലാവിലത്തറ സ്വദേശിയായ വിപിന്റെയും രേഖയുടെയും മകളാണ് നിതാര. നിതാര മോൾക്ക് ന്യൂസ് 18-ന്റെയും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ നിതാരക്കുട്ടി. അങ്ങനെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.